സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും വിവാദമായ അല്ലെങ്കിൽ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരു ദിവസം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലയിടത്തും പല രീതിയിലൊക്കെയാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. കാരണം നേരത്തെ ദേശീയ ഗാനം ആലപിച്ച് ആയിരുന്നു, ജനഗണമന ആലപിച്ചുകൊണ്ടായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ വന്ദേ മാതരം നിർബന്ധമായും പാടണം എന്നുള്ള ഒരു കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും ഏത് പാടണം എന്നുള്ളൊരു തീരുമാനം എത്താത്ത അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൽ വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഈ വന്ദേ മാതരം പാടുന്നില്ല എന്നുള്ളത്. അതായത് സർക്കാർ പരിപാടികൾക്ക് വന്ദേ മാതരം പാടുന്നില്ല, ദേശീയ ഗാനം തന്നെ ആലപിക്കും, ഇത്രയും കാലം ഉണ്ടായിരുന്ന പോലെ തന്നെ. അതൊരു നല്ല നിലപാട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു കുറെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാദത്തിലേക്കും പോകണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങൾ, അതായത് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ആണെങ്കിലും കർണാടകയിലും ഒക്കെ ആണെങ്കിലും വന്ദേ മാതരം മുഴുവൻ പാടുക എന്നുള്ളത് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. വന്ദേ മാതരം മുഴുവൻ പാടണം എന്നുള്ള ഒരു നിർബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അതപ്പം അതിനൊരു പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. അത് പാടരുതെന്ന് പറയുന്നതിലും പാടണം എന്ന് പറയുന്നതിലും ഒക്കെ കാരണങ്ങളുണ്ട് എന്നുള്ളത് അറിയാം. അതൊക്കെ വിവാദങ്ങളായതാണ്, ചർച്ചയായതാണ്. എന്നാൽ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പലയിടത്തും പല രീതിയിൽ, അതായത് നമുക്ക് ഇവിടെ പറയാം, കോഴിക്കോട് ഒരു കോർപ്പറേഷനിൽ നടന്നത് BJP കൗൺസിലർമാർ വന്ദേ മാതരം പാടുന്നു, ഇപ്പുറത്ത് ബാക്കിയുള്ളവർ ദേശീയ ഗാനം പാടുന്നു. ഇപ്പൊ രണ്ടുപേരും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ടും ഒരേ സമയത്താണ് പാടുന്നത്. അതാണ് രസം. അങ്ങനെയൊക്കെ ഒരു പാടുന്നത് ഇതൊന്നും ഒരു ശരിയുള്ള ഏർപ്പാടായിട്ട് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇന്ന് ഡൽഹിയിൽ, അതായത് AICC ആസ്ഥാനത്തും വന്ദേ മാതരം പാടി, വന്ദേ മാതരം കുറച്ച് ഭാഗം പാടിയതിനു ശേഷം അത് നിർത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. അത് നിർത്തിയില്ല, മുഴുവൻ പാടാൻ തുടങ്ങിയപ്പോഴേക്ക് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ, രാഹുൽ ഗാന്ധി ഒക്കെയുള്ള പരിപാടിയിലായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായത്. ഒരു പെട്ടെന്ന് പാർട്ടി നിർത്താതിരുന്നപ്പോ സോണിയാഗാന്ധി അത് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു, മല്ലികാർജുൻ ഖാർഗെ അത് നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ നിർത്തുന്നില്ല, പാട്ട് തുടരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇത്രയും ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. വിവാദങ്ങൾ, എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങൾ സൃഷ്ടിക്കുക, എല്ലാ വിഷയങ്ങളും വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലും ശരിയായൊരു നടപടിയല്ല, നിലപാടല്ല. ഇപ്പോ കേരളത്തിലെടുത്താൽ പ്രത്യേകിച്ച് എല്ലായിടത്തും അല്ലെങ്കിൽ മിക്ക സ്ഥാപനങ്ങളിലുമൊക്കെ പതാക ഉയർത്തും. സ്വാതന്ത്ര്യദിനം മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളുകളിലാണ് കുറച്ച് അധികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടമുള്ള പോകാൻ, കാര്യം പൂർണ്ണമായി ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്, ഉച്ചവരെ പോയാൽ മതി, മധുരം നൽകും, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ. പണ്ടൊക്കെ സ്വാതന്ത്ര്യം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആവേശമായിരുന്നു. പതാക ഉയർത്തും, മധുരം നൽകും, അപ്പോൾ ജനഗണമന പാടും, ആ സമയത്ത് ദേശീയഗാനം പാടും, അത് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും വന്ദേമാതരം പാടും. ഇതൊക്കെ ഒരു രീതി നമ്മൾ മുൻപ് മുതലേ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മൾ കുറെ കാര്യങ്ങൾ പിന്തുടർന്ന് വരുന്നുണ്ട്. അതൊന്നും പോരാതെ, അല്ലെങ്കിൽ അതിലൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റം വരണമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലൊന്നും അത് പെട്ടെന്ന് ആരും അംഗീകരിക്കില്ല. അതിന്റെ രാഷ്ട്രീയ വശം എന്തോ ആകട്ടെ, അതിന്റെ രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് രണ്ടാമതാണ്. ഒന്ന്, നമ്മൾ ഇത്രയും നാൾ ഫോളോ ചെയ്തു വന്നിരുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഏതൊരാൾക്കും ഒരു വികാരം ഉണ്ടല്ലോ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുള്ള, അതിൽ പെട്ടെന്ന് ഒരു ദിവസം മാറ്റുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും? അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ദേശീയഗാനം പാടിയാലും വന്ദേ മാതരം പാടിയാലും ഏറ്റവും, അല്ലെങ്കിൽ വിവാദമാക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ് സ്വാതന്ത്ര്യ ദിനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ, അതും അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും ബഹുമാനമില്ലായ്മയാണ് ആ ഒരു ദിവസത്തെ വിവാദമാക്കുക, വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ജനഗണമന പാടിയിട്ട് എന്തെങ്കിലും നഷ്ടം രാജ്യത്തിനുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം രാജ്യത്തിന് സംഭവിച്ചിട്ടുണ്ടോ ഇത്രയും വർഷത്തിനിടയിൽ? ഇല്ല. അപ്പൊ വന്ദേ മാതരം പാടണം എന്ന് പറയുന്നത് ആരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് വന്ദേ മാതരം പാടുന്നത്? ഒരു വിഭാഗം വന്ദേ മാതരം, മറുവശത്തൊരു ചോദ്യം വരാം, വന്ദേ മാതരം പാടിയെന്ന് വെച്ച് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പോ വന്ദേ മാതരം പാടിയാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വന്ദേ മാതരം, നമുക്കറിയാം ജനഗണമനയ്ക്ക് അല്ലെങ്കിൽ ദേശീയ ഗാനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട്. ദേശീയഗാനം പാടുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വന്ദേ മാതരത്തിനും സമയത്തിനുള്ളിൽ പാടണം, 52 സെക്കൻഡ് അങ്ങനെയുള്ള സമയത്തിനുള്ളിൽ പാടണം. അത്തരം കുറച്ച് നിയമങ്ങളുണ്ട്, അത് നമ്മൾ പാലിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്കൂളിലായാൽ പോലും നമ്മൾ അത്തരം നിബന്ധനകൾ പാലിച്ചല്ലേ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ സ്കൂളിലാകുമ്പോൾ പോലും നമ്മൾ ചെറുപ്പം മുതലേ നമുക്കറിയാലോ ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ജനഗണമന കേൾക്കുമ്പോൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കും, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളത് ശീലിച്ചു വന്നതാണ്. പെട്ടെന്ന് വന്ദേ മാതരത്തിനും ഇതേ രീതിയിൽ തന്നെ ഒരു പ്രിവിലേജ് വേണം. സാധാരണ സ്കൂളിൽ ജനഗണമന എല്ലാ ദിവസവും
പാടാറുണ്ട്, അല്ലെങ്കിൽ ജനഗണമന എല്ലാ ദിവസവും ഉണ്ട്. എന്നാൽ വന്ദേ മാതരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിന്, റിപ്പബ്ലിക്, അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ വന്ദേ മാതരം പാടാറ്. അതും കൊടി ഉയർത്തുന്ന സമയത്തല്ല. വന്ദേ മാതരം നമ്മൾ പൂർണ്ണമായി പാടി അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ പാടണമെന്നില്ല. ഇപ്പൊ പുതിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി വന്ദേ മാതരം പാടുകയാണെങ്കിൽ വന്ദേ മാതരത്തിന്റെ വരികൾക്കിടയിൽ തന്നെ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ജനഗണമനയിൽ അങ്ങനെയല്ല. അവിടെ ഹൈന്ദവ മതങ്ങളില്ല, എല്ലാവരുമുള്ള ഒരു മതേതര രീതിയിൽ തന്നെയാണ് ജനഗണമന പോകുന്നത്. എന്നാൽ ഹൈന്ദവനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് പാടണം എന്ന് പറയുന്നത് നിർബന്ധിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഇടയ്ക്കാണല്ലോ ഇതൊക്കെ വരുന്നത്. അപ്പൊ ആദ്യത്തെ 4 വരി കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ 4 വരി പാടിയാൽ പോരാ, മുഴുവനായി പാടണം എന്ന് പറയുന്നത് ശരിയായ ഒരു രീതി, അല്ലെങ്കിൽ അതിന്റെ അകത്ത് ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തുന്നു. അല്ല, ഇതില് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്ന്, ഇതിപ്പോ ഒരു അനാവശ്യമായ വിവാദമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അനാവശ്യമായ വിവാദമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് അവർക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ ജനഗണമനെ അപമാനിക്കുന്നില്ല, വന്ദേമാതരത്തെ അപമാനിക്കുന്നില്ല, ഇഷ്ടമുള്ളത് പാടട്ടെ എന്ന് വെക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് മുഴുവൻ പാടണം. എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയമായി ഉപയോഗിച്ച് അവിടെ സ്വന്തം രാഷ്ട്രീയം തിരികെ കയറ്റി അവിടെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തിരികെ കയറ്റുമ്പോൾ അത് ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിഷ്പക്ഷരായ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുക. ഇനി ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായി ചോദിക്കും, കഴിഞ്ഞ വർഷം വരെ ജനഗണമന ഇന്നെന്താണ് ഈ ഒരു, അപ്പൊ എന്തിനായിക്കണം? പുതിയ സർക്കാർ വന്നിട്ടല്ല, അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം വന്ദേ മാതരം പാടണമെന്നാണ്, അല്ലെങ്കിൽ ഹിന്ദു ദൈവസങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട വരികൾ അതിലുണ്ടത് കൊണ്ട് ഇപ്പൊ ഒരു BJP-കാരൻ അല്ലെങ്കിൽ BJP അനുഭവം ഇല്ലാത്ത ഒരാളാണ് പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ഹൈന്ദവ രാജ്യമാക്കാൻ പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മതരാജ്യമായി മാറാൻ പോകുന്നത് കൊണ്ടാണ് വന്ദേ മാതരം പാടുന്നത്, അതിന്റെ അകത്ത് ഹൈന്ദവരുമായി ബന്ധപ്പെട്ട വാക്കുകൾ പരാമർശിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യത്തിലധികം കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി, ഇതിപ്പോ ജനങ്ങൾ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരേ സമയം 2 ഗാനങ്ങൾ പാടുന്നു. ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോ ആരെങ്കിലും ഒരാൾ നിർത്തിയാൽ തീരാവുന്ന പ്രശ്നത്തിന് വെറുതെ ഒരേ സമയത്ത്, അതാണ് അതൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തുന്നത് തന്നെയാണ് സംഭവം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ AICC നടന്ന ഈ ഒരു സംഭവം, കാരണം അവര് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുഴുവൻ പാടുമെന്നുള്ളത്. അതുകൊണ്ടായിരിക്കും വിവാദമാക്കരുത്, മുഴുവൻ പാടുമെന്ന് അറിഞ്ഞിരുന്നില്ല, പാർട്ടിക്കാരല്ല പാടിയത്, പുറത്തുനിന്നുള്ള ആരെങ്കിലും. എന്നാൽ ആ സമയത്ത് ആ വിഷ്വൽ കാണുമ്പോൾ നമുക്കറിയാം, ഇത് പാടുമ്പോ രാഹുൽ ഗാന്ധി ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, ഖാർഗെയോട് സോണിയാഗാന്ധി പറയുന്നുണ്ട്, ആള് നടന്നു വരുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നിർത്താൻ പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായതാണ് അവിടെ ഉള്ളത്. പക്ഷെ അതായിരിക്കില്ല ഇനി ഉണ്ടാവുക. ഞാൻ കോൺഗ്രസ്സുകാരെ എല്ലാരോടും ഈ വന്ദേ മാതരം ബില്ലുമായിട്ട് പാർലമെന്റിൽ വന്നപ്പോ ഏറ്റവും കൂടുതൽ എതിർത്തത് കോൺഗ്രസ് ആയിരുന്നു. എങ്കിലും പക്ഷെ ഇപ്പൊ ഈ AICC ആസ്ഥാനത്ത് തന്നെ ഇങ്ങനെ പാടി എന്നുള്ള രീതിയിലാണ് BJP ഇതിനൊരു ആയുധമാക്കാൻ പോകുന്നത്. ഇതൊന്നും സത്യത്തിൽ ഒരു വിവാദമാക്കേണ്ട വിഷയങ്ങളില്ല. പിന്നെ ഒരു ഗാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാനമൊക്കെ എടുത്ത് അതിന്റെ അകത്തുള്ള മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. നമ്മുടേത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. അതിനൊരു മതരാജ്യമാക്കാൻ വേണ്ടി വന്ദേ മാതരത്തെ പോലും ഉപയോഗിക്കുക എന്ന് പറയുന്നത് നാണം കെട്ട് അല്ലെങ്കിൽ നീചമായ രാഷ്ട്രീയമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇക്കാര്യത്തിൽ VD സതീശൻ വളരെ നല്ല നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം അതൊരു ചോദ്യമായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം എന്ത് തീരുമാനിക്കും, VD സതീശൻ എന്ത് തീരുമാനം എടുക്കും, വന്ദേ മാതരം പാടാൻ കേന്ദ്ര നിർദ്ദേശമുണ്ട്, അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ മുൻകൂട്ടി തന്നെ VD സതീശൻ പറഞ്ഞു, പിന്നെ വന്ദേ മാതരം പാടുന്നില്ല, ദേശീയ ഗാനം മാത്രമാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഔദ്യോഗിക പരിപാടികളിലൊക്കെ അതുപോലെ തന്നെയാണ് നടന്നത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ബാക്കിയുള്ള പരിപാടികളിലൊക്കെ തന്നെ ദേശീയ ഗാനം തന്നെയാണ് പാടിയത്. പിന്നെ ഓരോരോ കോർപ്പറേഷനിലും പലരും ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഇടങ്ങളിലോ BJP കൗൺസിൽ, അതങ്ങനെയാണ് കോഴിക്കോട് സംഭവം ഉണ്ടായത്, വിവാദം ഉണ്ടായത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദമാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഇതാണെന്ന് തോന്നുന്നു. ശരിക്കും ഇങ്ങനെ ഇത്ര ഒരു ഇങ്ങനെ ഞാൻ അതാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യദിനം ഇത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ അടുത്ത വർഷമെങ്കിലും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ബാക്കി എല്ലാ ദിവസവും വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ രാഷ്ട്രീയമായി, ബാക്കി എല്ലാ ദിവസവും വിവാദങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, തമ്മിൽത്തലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സ്വാതന്ത്ര്യ ദിനമെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി മനുഷ്യരെ വിടുക. അല്ലെങ്കിൽ അവരുടെ ഞാൻ പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യ ദിനം ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ദിനമാണ്. ഏത് പാട്ട് പാടണം അല്ലെങ്കിൽ ഏത് ഗാനം ആലപിക്കണമെന്ന് ആളുകൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യമില്ലാത്തൊരു ദിവസമായി ഈ സ്വാതന്ത്ര്യ ദിനത്തെ ഇവരെല്ലാവരും കൂടി മാറ്റി.